നാഥനില്ല മുന്നണികളോ. പ്രതിപക്ഷ നേതൃപദവി കിട്ടേണ്ടത് CPI സംബന്ധിച്ച് ഇന്നൊരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പദവി വേണമെന്ന് പരസ്യമായി പാർട്ടി സെക്രട്ടറി അങ്ങ് ചോദിച്ചുപോയി. ഇപ്പോൾ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് അങ്ങനെ തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്നത് ഭരണഘടനാപരമായി ഒരു അധികാരമോ ക്യാബിനറ്റ് റാങ്കോ ഇല്ലാത്ത പദവിയാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കടുംപിടുത്തമെന്ന് ചോദിച്ചു പോകും ആരും കേട്ടാൽ. നിയമസഭയിൽ പേരിനൊരു ബോർഡ് വെച്ച മുറി ഉണ്ടാകും. CPIക്ക് ആ സ്ഥാനം ലഭിച്ചാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ തൊട്ടടുത്തിരിക്കുന്ന KN ബാലഗോപാൽ അടുത്ത സീറ്റിലേക്ക് പോകേണ്ടി വരും. K രാജനെ ഉപനേതാവ് പദവിയിൽ എത്തിക്കാനാണ് CPIയുടെ ശ്രമം. ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് കഴിഞ്ഞ ദിവസം സമവായ നീക്കങ്ങളുമായി എത്തിയ LDF കൺവീനറോട് തീർത്ത് പറഞ്ഞിരുന്നു ബിനോയ് വിശ്വം. അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം കൂടി കേൾക്കാം. ഒരധ്യായം അടഞ്ഞതല്ല, ഒരധ്യായം അടഞ്ഞ അധ്യായങ്ങളല്ല. വേറെ ഏതെങ്കിലും പദവിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? എല്ലാ പദവികളും മാറ്റിവെക്കുക. എന്നിട്ട് CPIക്കും CPI അതിന് നല്ല ബന്ധമുണ്ടെന്ന് ഇപ്പോഴും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടുമെന്നാണോ പൂർണ്ണ വിശ്വാസമുണ്ട്. അതേസമയം വിഷയം ഇരു മുന്നണികളുടെയും ദേശീയ നേതൃത്വം കൂടി ഏറ്റെടുക്കുകയാണ്. CPIക്ക് കിട്ടേണ്ട അവകാശമാണിതെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ജനറൽ സെക്രട്ടറി D. രാജ. That is a genuine demand from our party because our party is an important ally of LDF. Now LDF sits in the opposition and our party wants to be more active, wants to play more active role. As an independent party, we have our position. And now talks are going on, negotiations are going on. Long back, the issue was talked between me and Mr. Comrade M.A. Baby. And he also agreed, I also agreed. It should be left to the state leadership. Let them discuss. Later on, we will see. പണ്ടേ കേരള വിഷയങ്ങളിൽ തീരുമാനം പറയാൻ നിസ്സഹായനാണല്ലോ CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി M.A. ബേബി. സംസ്ഥാനത്തെ വടംവലിയിൽ തന്ത്രപരമായ നിലപാടെടുത്ത് കേരളത്തിലേക്ക് തന്നെ പന്ത് തട്ടിയിരിക്കുകയാണ് ബേബി. കേരള വിഷയം കേരളത്തിൽ തന്നെ തീർക്കട്ടെ എന്നാണ് ബേബിയുടെ പക്ഷം. കേരളത്തിൽ CPIക്കും CPIMനും വളരെ പ്രാപ്തരായ നേതാക്കന്മാരുണ്ടല്ലോ, പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുണ്ടല്ലോ. അവരവിടെ ചർച്ച ചെയ്ത് അവർക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം അവിടെ അവർ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. LDF എന്ന മുന്നണി രൂപീകരണത്തിന് ശേഷം പതിറ്റാണ്ടുകൾക്കിടയിൽ CPMും CPIയും പല നയപരമായ വിഷയങ്ങളിലും ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സംഭവിക്കുന്നത് ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഭരണം പോയി പ്രതിപക്ഷത്ത് എത്തുമ്പോൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ പല വിഷയങ്ങളും മുന്നിലേക്ക് വരികയാണ്. PMCയുടെ നിലപാട്, വിഴിഞ്ഞം, ഇപ്പോഴിതാ കറണ്ട് കട്ട്, അങ്ങനെ പലതിലും LDF യോഗം ചേരാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇരു കക്ഷികളുമുള്ളത്. പുതിയ സർക്കാരിന്റെ ആദ്യ സമ്മേളനത്തിൽ പോലും നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിയാത്ത ഗതികേടിലായിരുന്നു എന്ന് ഓർക്കണം. വിലയില്ലാത്ത എല്ലിൻ കഷ്ണം കട്ടിനായി അങ്ങനെ കടിപിടി കൂടുന്നത് പോലെയാണ് വലിയേട്ടൻ മനോഭാവത്തിൽ CPMും ഈഗോയിൽ CPIയും എന്ന വിമർശനം ആ പാർട്ടിക്കുള്ളിലെ പക്വമതികൾ പലരും അടക്കം പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇരുകക്ഷികൾക്കുമിടയിൽ മഞ്ഞുരുകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കാം. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, അങ്ങനെ രണ്ട് പക്ഷത്തേക്ക് മുഖം തിരിച്ച് പോകുന്ന പ്രധാനപ്പെട്ട കക്ഷികൾ അവർ ഒരു കസേരയിൽ പോലും ഇരിക്കാനുള്ള സാധ്യത ഉണ്ടോ? കാരണം അതായത് LDF യോഗം ചേരാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടുമോ അടുത്തിടെ എങ്ങും? എന്താണ് സ്റ്റെഫിൻ വിലയിരുത്തുന്നത്? പ്രജീഷ്, ഏതായാലും ഈ എടുത്ത നിലപാടിൽ നിന്ന് രണ്ട് പാർട്ടി സെക്രട്ടറിമാർക്കും രണ്ട് പാർട്ടികൾക്ക് പിന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിയില്ല. അതാണ് ഇപ്പോൾ ഇടതുമുന്നണിയിൽ വലിയ പ്രതിസന്ധിയായി തന്നെ നിൽക്കുന്നത്. ആദ്യ നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ടും പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. അത് ഈ തർക്കം കൊണ്ട് മാത്രമാണ്. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യമാണ്, പല വിഷയങ്ങൾ ഇനി ഉയർന്നു വരുന്നുണ്ട്. ഈ പവർ കട്ട് അടക്കമുള്ള വിഷയങ്ങളുണ്ട്, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഒരു LDF മുന്നണി എന്ന രീതിയിൽ സമരരംഗത്തേക്ക് കൊണ്ടുപോകുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ വേണ്ടി LDFന് കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അത് അസാധാരണമായ ഒരു സ്ഥിതിയാണ്. അവിടെയും CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഒറ്റയ്ക്ക് തന്നെ പോകാമെന്നുള്ളതാണ്. CPMും അതിനെ
ഒന്ന് മൈൻഡ് ചെയ്യാതെ അങ്ങ് വിട്ടിരിക്കുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ PM ശ്രീ വിഷയമൊക്കെ വന്നപ്പോൾ രണ്ട് പാർട്ടികൾക്കുമെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ദേശീയ നേതൃത്വം ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. എന്നാൽ CPIയുടെ ജനറൽ സെക്രട്ടറി രാജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു പ്രതികരണം അത് CPIയുടെ സംസ്ഥാന നേതൃത്വത്തെ പിന്തുണയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു നിലപാടും ഈ കാര്യത്തിലെല്ലാം തന്നെ നിർണായകമാണ്. അത് ആ നിലപാട് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരു അയവ് ഈ വിഷയത്തിലൊന്നും തന്നെ ഉണ്ടാകാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇനി ഏതായാലും അടുത്ത ഓണം കഴിഞ്ഞൊക്കെയാണ്, സെപ്റ്റംബറിലാണ് ഇനി അടുത്ത നിയമസഭാ സമ്മേളനമൊക്കെ ചേരുന്നത്. ആ സമയം വരെ ഇനി എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറെ ഗൗരവതരം. സമവായം മാത്രമാണ് ഒരു പരിഹാര ഫോർമുല. അതിന് രണ്ട് പാർട്ടികളും രണ്ട് പാർട്ടി സെക്രട്ടറിമാരും ശ്രമിക്കേണ്ടതുണ്ട്, കൈയഴിഞ്ഞ് തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. അത് എന്ത് തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് അറിയാം. ശരി, സ്റ്റെഫിനാണ് ഈ ഇരുവരുടെയും വിഷയങ്ങളൊക്കെ തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയാണ് വിവരിച്ചത്.